ദിവസം നമുക്കൊരു 2000 രൂപയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 2000 രൂപയ്ക്ക് നമുക്ക് ദിവസം ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ കേരളത്തിൽ നല്ല ഹൈ ഡിമാൻഡായിട്ടും എന്നാൽ വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്നതുമായിട്ടുള്ള ഇളനീർ ചിപ്സ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നല്ല ഡിമാൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ്. അധികം ആളുകൾ ഈ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം കൂടിയാണിത്. ഓക്കെ, നല്ല രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വിഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു മുതൽ മുടക്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെ, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ സു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് ഇളനീർ ചിപ്സിനെ കുറിച്ചിട്ടാണ്, ടെൻഡർ കോക്കനട്ട് ചിപ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം നല്ല കേരളത്തിൽ ഹൈ ഡിമാൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സും നല്ല ഡിമാൻഡുള്ള ബിസിനസ്സാണ്. മാർക്കറ്റിൽ ചിപ്സ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ബിസിനസ്സാണ്. മാത്രമല്ല നമുക്കിപ്പോൾ ഇത് തുടങ്ങാനായിട്ട് വലിയ മുതൽ മുടക്കൊന്നുമില്ല. വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്കിത് തുടങ്ങാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്ലസ് പോയിൻ്റ് എന്നും എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു ബിസിനസ് ആയതുകൊണ്ട്, അതും ചെറിയ രീതിയിൽ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ബിസിനസ്സാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോർമലി ഇത് തയ്യാറാക്കുന്നൊരു ഈ ചിപ്സ് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് നമുക്കറിയാം. പല ചിപ്സുകളും നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതൊക്കെ നമ്മൾക്ക് കോമൺ ആയിട്ട് നമ്മൾക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നതും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചിപ്സുകളും അല്ലെങ്കിൽ പല ആളുകൾക്കും അറിയുന്നത് തന്നെയാണ്. ഇതൊക്കെ എങ്ങനെയാണ്. ഇപ്പോൾ കായനൂർക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പൊട്ടോട്ടോ ചിപ്സ് ആണെന്നുണ്ടെങ്കിലും മറ്റ് ചിപ്സുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ചിപ്സുകൾ തന്നെയാണ്. പക്ഷേ ഇത് നമുക്കും അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളനീരെടുക്കുക, ഇളനീര് കണ്ടെത്തുന്നത്, ഇളനീര് ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇളനീര് കൊണ്ടുവരിക. അത് നല്ല മൂത്തതാവാനും പാടില്ല, എന്നാൽ തീരെ മൂപ്പില്ലാത്തതാവാനും പാടില്ല. ഒരു സോഫ്റ്റ് പൾപ്പായിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സ്മൂത്തായിട്ടുള്ള കയമ്പുള്ള സംഭവം എടുക്കുക. അതേപോലെ തന്നെ അതിനെ സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്യാം. മനസ്സിലായ ചിപ്സിന് ഭാഗമായിട്ട് ഉള്ള ഒരു രീതിയിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അതേപോലെ തന്നെ അതിനെ ഉണക്കലാണ് അതിൻ്റെ പിന്നത്തെ ഒരു ആവശ്യം. അത് ഈ ഉണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സൂര്യപ്രകാശത്തിൽ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം. ഇതല്ല നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ മെഷീൻ മേടിച്ചിട്ട് നമ്മൾക്ക് അതിൽ വെച്ചിട്ട് ഉണക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഉണക്കലിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ സൂര്യപ്രകാശത്തിൽ വെച്ച് ഉണക്കുമ്പോൾ അത് നാച്ചുറൽ ഉണക്കം തന്നെയാണ്. പക്ഷേ പലതിനും ചിലപ്പോൾ ഒരു അങ്ങോട്ടൊക്കെ ഉണക്ക് വ്യത്യാസം കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഡ്രൈ മെഷീൻ ആകുമ്പോൾ നമുക്കത് ഈക്വലായിട്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ഏതാണോ അതിന് ആവശ്യമായിട്ടുള്ള ഡ്രൈനസ് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഈ ഓയിൽ ഫ്രീ റോസ്റ്റിങ്ങും നടക്കും നമുക്ക്. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് വല്ല ഫ്ലേവർ ചേർക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ്, മസാല, അതേപോലെ തന്നെ ഇനിയിപ്പോൾ സ്വീറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചേർക്കുക, അല്ലെങ്കിൽ സ്പൈസി ആണെന്നുണ്ടെങ്കിൽ സ്പൈസി ആക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പാക്ക് ചെയ്യാം. അത് രണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ടും ചെയ്യാം. പിന്നെ അത് നല്ല എയർ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മെഷീൻസ് എന്ന് പറയുന്നത്, ഒന്ന് കോക്കനട്ട് സ്ലൈസറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യാൻ, സ്ലൈസായിട്ട് കട്ട് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ കൈ കൊണ്ടൊക്കെ കട്ട് ചെയ്യാം നമുക്ക്. പക്ഷേ കൈ കൊണ്ട് കട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലതിന് കട്ടി കൂടും, ചിലതിന് കട്ടി കുറയും. ഓക്കെ, അപ്പോൾ ഈ മെഷീൻ കട്ടാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് നല്ല കറക്റ്റ് എല്ലാ പീസും കറക്റ്റ് സ്ലൈസിൽ കിട്ടാൻ അത് സഹായിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ബെസ്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രൈ മെഷീനാണ്. അത് നമ്മൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ നമുക്ക് സൂര്യപ്രകാശത്തിൽ ഉണക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രൈ മെഷീൻ മേടിച്ചിട്ട് നമുക്ക് ഉണക്കാം. 10,000 രൂപ മുതൽ 50,000 രൂപ വരെയും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഓക്കെ, പല രീതിയിലുള്ള റേറ്റിലുള്ള ഡ്രൈ മെഷീൻസ് കൂടെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അതേപോലെ തന്നെയാണ് സീലിംഗ് മെഷീൻ അത് പാക്ക് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു ഓപ്ഷനിലാണ് ഈ ഫ്രയർ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഓയിൽ ഫ്രൈ ഒക്കെ ചെയ്യാൻ ചെയ്യുന്ന ഫ്രയർ, അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൽ നമുക്ക് വിത്തൗട്ട് ഓയിൽ ചെയ്യുന്നതായിരിക്കും, ഓയിൽ ഫ്രീ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അത് തുടക്കത്തിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് മാനുവലായിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, ഇൻവെസ്റ്റ് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ലാഭം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് ഇപ്പോൾ കോക്കനട്ട് നമുക്ക് 20 രൂപ മുതൽ 30 രൂപ വരെ പീസിന് വരും. ഓക്കെ, ഒരു കോക്കനട്ട് ചിപ്സ് എന്ന് പറഞ്ഞാൽ 80 മുതൽ 120 ഗ്രാം വരെയാണ് കോക്കനട്ട് ചിപ്സ് വരിക ഒരു തേങ്ങയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇളനീരിൽ നിന്ന്. ഇതിന് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 50 രൂപ മുതൽ 100 രൂപ വരെ നമുക്ക് എമൗണ്ട് സെല്ലിംഗ് പ്രൈസ് വരുന്നുണ്ട് 100 ഗ്രാമിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി ഒരു ഡെയിലി ഒരു 50 പാക്കറ്റ് നമുക്ക് വിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ റവന്യൂ എന്ന് പറയുന്നത് ഒരു 2500 രൂപ മുതൽ 5000 രൂപ വരെയാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 800 രൂപ മുതൽ 2000 രൂപ വരെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ്. നമ്മളിത് കറക്റ്റ് കണക്കല്ല പറയണത്, ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് പറയണത്. അപ്പോൾ ഇതന്നെ കറക്റ്റ് ആവണം എന്നില്ല. അപ്പോൾ ഈ ഒരു 50 പാക്കറ്റ് എന്നുള്ളത് നമ്മൾക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. കാരണം നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു അത്രത്തോളം കൂടുതൽ വിൽക്കാൻ പറ്റും. നമുക്ക് അത്രത്തോളം കൂടുതൽ നമുക്കിത് വിൽക്കാൻ പറ്റും, നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെ ഹാർഡ് വർക്കിനനുസരിച്ച് നമ്മുടെ എഫേർട്ടിനനുസരിച്ചായിരിക്കും നമ്മൾ ഇപ്പോൾ ഈ 50 പാക്കറ്റ് എന്നുള്ളത് 100, 200, 300 പാക്കറ്റ് ആക്കുന്നത് നമ്മുടെ ഇടുന്ന എഫേർട്ടിനനുസരിച്ചായിരിക്കും. നമ്മൾക്ക് 50 പാക്കറ്റ് വിറ്റാൽ മതി, ഒരു ദിവസം 2000 രൂപ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. അതല്ല അതിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് കുറച്ചും കൂടി നല്ല വൈഡായിട്ട് നമ്മളിത് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ്, നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് നല്ല റെസ്പോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കതിനെ വൈഡാക്കാം. ഈ 2000 എന്നുള്ളത് നിങ്ങൾക്ക് 20,000 ആക്കാനും കഴിയും. ഓക്കെ, പിന്നെ ഇത് വിൽക്കേണ്ട കാര്യങ്ങളാണ്. ഇത് എവിടെയൊക്കെയാണ് വിൽക്കുക എന്നുള്ളത് നമുക്ക് മെയിനായിട്ട് ഇത് ലോക്കലായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ലോക്കൽ ബേക്കറികൾ, സൂപ്പർ മാർക്കറ്റുകൾ, അതേപോലെ തന്നെ ബീച്ചിൽ ടൂറിസ്റ്റ് ഏരിയാസൊക്കെ വരുന്നുണ്ട്, അവിടെയൊക്കെയുള്ള ഷോപ്പുകളിൽ നമുക്കിത് വിൽക്കാം. അതേപോലെ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ വിൽക്കാം. യൂട്യൂബൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഓർഡറൊക്കെ പിടിക്കാം. വാട്സപ്പ് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ പിടിക്കാം. നമുക്ക് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ബ്രാൻഡ് നെയിമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് വിൽക്കാൻ കഴിയും. ഓക്കെ, പിന്നെ ഇതിന് വേണ്ട ലൈസൻസ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ FSSAI രജിസ്ട്രേഷൻ വേണം. അതേപോലെ GST നമുക്കിപ്പോൾ പറഞ്ഞ പോലെ നല്ല വലിയ സ്കെയിലാണെന്നുണ്ടെങ്കിൽ GST എടുക്കണം. അതേപോലെ തന്നെ ലോക്കൽ പഞ്ചായത്ത് ലൈസൻസ് നമുക്ക് എടുക്കണം. അത് പഞ്ചായത്ത് പരിധിയിലാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് എടുക്കുക, മുനിസിപ്പാലിറ്റി പരിധിയിലാണ് മുനിസിപ്പാലിറ്റി ലൈസൻസ് എടുക്കുക, കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ അത് ലൈസൻസ് എടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഇതിനെ കുറച്ച് സെറ്റ് ചെയ്തെടുക്കാനുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് പെട്ടെന്ന് ഫയർ ആക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന കുറച്ചും കൂടി നല്ല ഒരു ടിപ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഓയിൽ ഫ്രീ ചിപ്സ് എന്നുള്ള രീതിയിൽ ഇതിനെ ചെയ്യുക എന്ന് വെച്ചാൽ പ്രൊമോട്ട് ചെയ്യുക. കാരണം നല്ല ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ അത് അട്രാക്റ്റീവായിട്ടുള്ള പാക്കിംഗ് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അത് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും വഴി നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം. ഓക്കെ, നല്ല രീതിയിലുള്ള അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പാക്കിംഗ് സിസ്റ്റം കൊടുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയും. യുണീക്ക് ഫ്ലേവേഴ്സ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് ചോക്ലേറ്റും ഹണിയും അതേപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ളതും അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്താണോ നമ്മൾ ആളുകൾക്ക് കൂടുതൽ, അല്ലെങ്കിൽ പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള നമുക്കൊരു കോമൺ യൂണിക് ടേസ്റ്റ് കൊണ്ടുവരാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടേസ്റ്റ് നമ്മുടേതായിട്ടുള്ള ടേസ്റ്റ് നമ്മൾ കൊണ്ടുവരിക. അതേപോലെ തന്നെ സ്മോൾ പാക്കറ്റ്സ് 20 രൂപയുടെ പാക്കറ്റുകളുണ്ട്. അങ്ങനത്തെ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് പാക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ, വലിയ പാക്കറ്റ് മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെറിയ പാക്കറ്റുകളാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ബിസിനസ് ഭയങ്കര നല്ല ഹൈപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഹെൽത്തി സ്നാക്സ് ആയിട്ട് ബ്രാൻഡ് ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ മൂവ് ചെയ്യിക്കാൻ കിട്ടും. ഓക്കെ, ഓയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വിത്തൗട്ട് ഓയിലുള്ള ഒരു രീതിയിലുള്ള സ്നാക്സ് ആക്കിയിട്ട്, ഇപ്പോൾ ഓയിൽ ഫ്രൈഡ് സ്നാക്സുകൾ ആളുകൾക്ക് താല്പര്യമില്ല. കാരണം ഹെൽത്തി സ്നാക്സ് കഴിക്കാനാണ് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് കഴിക്കാനാണ് ആളുകൾക്ക് എപ്പോഴും ഇഷ്ടം.
കാരണം പണ്ടത്തെ പോലെ ഇപ്പോൾ കുറേ കൂടി ആളുകൾ ഒന്നുകൂടി ഇത് ഹെൽത്ത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ കഴിക്കുന്ന മിഠായി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ സ്നാക്സ് ആയാലും ഫുഡായാലും എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും അത് മാക്സിമം ഓയിലൊക്കെ ഇല്ലാതെ ഓയിൽ കുറച്ചിട്ട് കഴിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത് മറ്റ് അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓയിൽ ഫ്രീ പ്രൊഡക്റ്റായിട്ട് ഇതിനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ല ഡിമാൻഡുള്ള ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ഇളനീർ ചിപ്സ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നവരാണ്, അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ബെസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.